എല്ലാവർക്കും മിടുക്കിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ബ്രെഡ് ടോസ്റ്റ് റെസിപ്പിയുമായിട്ടാണ്. മുട്ടയും വെജിറ്റബിൾസും അതുപോലെ ചീസൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. നമുക്ക് ഈ സ്പെഷ്യൽ ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു 5-6 സ്ലൈസസ് ബ്രൗൺ ബ്രെഡ് പീസസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ടൈപ്പിലുള്ള ബ്രെഡ് വേണമെങ്കിലും എടുക്കാം. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള ഒരു സബോള എടുത്തിട്ടുണ്ട്, ഒരു ക്യാപ്സിക്കം, ഒരു ക്യാരറ്റ്, പിന്നെ കുറച്ച് ചീസിൻ്റെ സ്ലൈസസ് എടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസൊക്കെ നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് വെക്കാം. പിന്നെ ഇതിലൊരു 5 മുട്ട നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് കുറച്ച് കുരുമുളകും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലൊരു ചെറിയ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. പല കളറിലുള്ള ക്യാപ്സിക്കം ചേർക്കാൻ വെച്ചാൽ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും കാണാൻ. ഇനി നമുക്ക് നമ്മുടെ ഈ ബ്രെഡ് സ്ലൈസസ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ നടുക്കിലുള്ള ഭാഗം നമുക്ക് ഈ ചീസ് സ്ലൈസിൻ്റെ അതേ വലിപ്പം നമുക്ക് ഒരു സ്ക്വയർ പോലെ കട്ട് ചെയ്തെടുക്കാം. നമുക്കതിൻ്റെ ആ നടുക്കിലെ പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അവിടെ വേണം നമുക്ക് ഈ മുട്ടയുടെ മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാൻ. ഇപ്പം നമ്മുടെ ഈ നടുക്കിൽ സ്ക്വയർ പോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ തേച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ ആ ബ്രെഡിൻ്റെ നടുക്കിലെ പാർട്ട് നമുക്ക് എടുത്തു കളഞ്ഞതിന് ശേഷം നമുക്കിതിൽ കുറച്ച് നമ്മൾ മുട്ട മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ വെജിറ്റബിൾസുമായിട്ട്, അതിൽ ഒഴിച്ച് കൊടുക്കണം. അതിന് നടുക്കിലുള്ള ആ പാട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ചീസിൻ്റെ സ്ലൈസ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നമ്മുടെ ആ ബാക്കിയുള്ള ബ്രെഡ് പീസ് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് അമർത്തി കൊടുക്കാം. ചീസൊക്കെ തിന്നാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളെ നമുക്കൊന്ന് അവർ കാണാത്ത തരത്തിൽ നമുക്കിത് വെച്ച് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ചീസ് സ്ലൈസ് പുറത്തേക്ക് ആവില്ല. അപ്പോൾ നമുക്ക് നല്ല സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ നമുക്കെല്ലാം ഉണ്ടാക്കിയെടുക്കാം. എല്ലാവർക്കും ഈ സ്പെഷ്യൽ ബ്രെഡ് ടോസ്റ്റ് ഇഷ്ടമായെന്നും എല്ലാവരും ട്രൈ ചെയ്യുമെന്നും വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. മതി